ഓക്കെ, സോ നമ്മൾ നോർമലി ഒരു ഫോണിൻ്റെ അൺബോക്സിങ് അല്ലെങ്കിൽ റിവ്യൂ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഫോണിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ ക്യാമറ പെർഫോമൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് മാറ്റാൻ പോവാണ്. കാരണം ഈ ഫോണിൻ്റെ, അതായത് ഇൻഫിനിക്സിൻ്റെ നോട്ട് 40 Pro എന്ന ഈ ഫോണിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് ഇതിൻ്റെ ചാർജിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആണ് ആൻഡ്രോയിഡ് ഫോണിൻ്റെ കൂടെ ഒരു കംപ്ലീറ്റ് മാഗ്നറ്റിക് വയർലെസ് ചാർജിങ് സൊല്യൂഷൻ വരുന്നത്. അതിനോടൊപ്പം തന്നെ ചീത്ത X1 എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ചിപ്പ് ഉണ്ട്. ആ ചിപ്പിന്റെ മെയിൻ ജോലി ഇതിന്റെ ചാർജിങ് ഫീച്ചേഴ്സ് ഒക്കെ മാനേജ് ചെയ്യുക എന്ന്. ഓക്കെ, എനിവേ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട, എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ. സോ ഈ ഡെഡിക്കേറ്റഡ് ചീത്ത X1 ചാർജിങ് ചിപ്പ് ബേസിക്കലി 3 കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. നമ്പർ 1 ആണ് മൾട്ടി സ്പീഡ് ഫാസ്റ്റ് ചാർജിങ്. അതായത് നമുക്ക് ഈ ഒരു ചാർജർ യൂസ് ചെയ്ത് ഇതിന്റെ കൂടെ വരുന്ന 45 വാട്ടിന്റെ ചാർജർ ഉപയോഗിച്ചിട്ട് ഈ ഫോൺ 3 ചാർജിങ് സ്പീഡിൽ ചാർജ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ഫസ്റ്റ് ആണ് ഹൈപ്പർ ചാർജ്, അതായത് ഏറ്റവും ഫാസ്റ്റ് ചാർജിങ് ആണ്. 19 മിനിറ്റ് കൊണ്ട് 50% ചാർജ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് സ്മാർട്ട് ചാർജിങ്. അതിന്റെ താഴെ വരുന്നതാണ് ലോ ടെമ്പറേച്ചർ ചാർജിങ്. എന്ന് വെച്ചാൽ അറിയാലോ, ഏത് ഫോൺ ആണെങ്കിലും ഏത് പ്രൈസ് റേഞ്ചിലുള്ള ഫോൺ ആണെങ്കിലും നമ്മൾ ആ ഒരു ഫോൺ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ആ ഒരു ഫോൺ ഹീറ്റ് ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. ഓക്കെ, പ്രത്യേകിച്ചും അറിയാലോ സമ്മർ സീസൺ ഒക്കെയാണ്, അത്യാവശ്യം ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു ലോ ടെമ്പറേച്ചർ മോഡ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമയം കൂടുതൽ എടുക്കും, പക്ഷേ ഓവർ ഹീറ്റിംഗ് ഒഴിവാക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് സ്പാൻ ഉണ്ടല്ലോ, അതും ഇംപ്രൂവ് ആവും. സോ ഈ ചാർജിങ് ചിപ്പ് മാനേജ് ചെയ്യുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് ബൈപാസ് ചാർജിങ്. ഞാൻ ഓൾറെഡി ഏതോ ഒരു ഫോണിന്റെ റിവ്യൂവിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇൻഫിനിക്സിന്റെ തന്നെ GT 10 Pro ആയിരുന്നു തോന്നുന്നു. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബൈപാസ് ചാർജിങ് മോഡ് എനേബിൾ ചെയ്ത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഗെയിമിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും, അറിയാലോ നമ്മൾ ഈ ഗെയിമിംഗ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ചാർജിൽ ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റ് ആവും. സോ ആ ഒരു ഹീറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഈ ബൈപാസ് ചാർജിങ് മോഡ് എനേബിൾ ചെയ്താൽ പിന്നെ ആ ഒരു കറന്റ് അല്ലെങ്കിൽ ആ ഒരു പവർ ഡയറക്ട്ലി മദർ ബോർഡിലേക്കാണ് പോകുന്നത്, ബാറ്ററിയിലേക്ക് കയറാതെ. അങ്ങനെ നമുക്ക് ബാറ്ററി ലൈഫ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഓവർ ഹീറ്റിംഗ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ചിപ്പ് മാനേജ് ചെയ്യുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ് റിവേഴ്സ് വയർലെസ് ചാർജിംഗ് മോഡ്. സോ ഈ ഒരു ഫോൺ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന TWS ഒക്കെ ഈ ഫോണിന്റെ ബാക്കിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഈ ഒരു ചിപ്പ് റിയൽ ടൈം ബേസിസിൽ നമ്മുടെ ഫോണിലേക്ക് കയറുന്ന പവർ ഉണ്ടല്ലോ, ആ പവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കാരണം വന്നേക്കാവുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ കുറച്ചും കൂടി സേഫ്ലി ഈ ഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ബേസിക്കലി ഈ ഒരു ചിപ്പ് മോണിറ്റർ ചെയ്യുന്നത്. ഈ ഫോണിന്റെ ചാർജിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള സെക്കൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ഫോൺ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ വയർലെസ് ചാർജിംഗ് മാത്രമല്ല, സോ 20 വാട്ടിന് വയർലെസ് ചാർജിംഗ് ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇതിനെ ഒരു മാഗ്നറ്റിക് വയർലെസ് ചാർജിംഗ് സൊല്യൂഷൻ ആക്കി മാറ്റാൻ വേണ്ടി ഇൻഫിനിക്സ് കുറച്ച് ഈക്കോ സിസ്റ്റം പ്രൊഡക്റ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അതായത് ചാർജിംഗ് ഈക്കോ സിസ്റ്റം പ്രൊഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഈ മാഗ് കേസ്. സോ ഈ ഫോണിന്റെ ബാക്കിൽ മാഗ്നറ്റ് വരുന്നില്ല, പക്ഷെ മാഗ്നറ്റിക് ചാർജിംഗ് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ കേസിന്റെ പുറകിൽ ഇതാ കണ്ടില്ല, ഈ ഒരു സർക്കിൾ കണ്ടില്ല, ഇതാണ് ബേസിക്കലി മാഗ്നറ്റിക് കോയിൽ. സോ ഈ കേസിൽ മാഗ്നറ്റിക് കോയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ കേസ് ഇട്ടുകൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻഫിനിക്സ് കൊണ്ടുവന്നിരിക്കുന്ന ഈ 2 ഐറ്റംസ്, അതായത് ഇതാണ് ബേസിക്കലി മാഗ് പാഡ്. സോ ഈ മാഗ് പാഡിൻ്റെ ബാക്കിൽ ഇതാ കണ്ടില്ല, ഇവിടെ ഈസിലി ഇങ്ങനെ മാഗ്നറ്റിക്കലി സ്റ്റക്ക് ആവുന്നുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന Type C ചാർജിങ് പോർട്ട് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ കൊടുത്തിരിക്കുന്ന പോർട്ടിൽ നമ്മുടെ ആ ഒരു Type C ചാർജിങ് കേബിൾ കണക്ട് ചെയ്താൽ നമുക്ക് വയർലെസ്ലി, അതായത് മാഗ്നറ്റിക് വയർലെസ്ലി ചാർജ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്ന മാഗ് പവർ. അതായത് ബേസിക്കലി വയർലെസ് ചാർജിങ് അല്ലെങ്കിൽ മാഗ്നറ്റിക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ ബാങ്ക് ആണ് ബേസിക്കലി മാഗ് പവർ. ഓക്കെ, 3020 mAh ബാറ്ററിയുമായാണ് വരുന്നത്. 5 വാട്ട് ടു 27 വാട്ട് വരെ നമ്മുടെ ഡിവൈസുകൾ വയർലെസ് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഫിനിക്സിന്റെ ഫോൺ മാത്രമല്ല, മറ്റ് ഫോൺസ് ഉണ്ടല്ലോ, അതായത് ഈ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ മാഗ് പവർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഈ ഫോൺ സ്മാർട്ട് ഓവർനൈറ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓവർനൈറ്റ് കുത്തി വെക്കുമല്ലോ, സോ അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് ആണ്, അത്രയും സമയം വേണ്ട ചാർജ് ആവാൻ വേണ്ടി. പക്ഷേ ഈ ഫോൺ അത് ഡിറ്റക്ട് ചെയ്തതിനു ശേഷം 80% വരെ ചാർജ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഒരു ബിഹേവിയർ അനുസരിച്ച് നമ്മൾ എത്ര മണിക്കാണ് എഴുന്നേക്കുന്നത് അതനുസരിച്ച് പതുക്കെ ആ സമയം ആകുമ്പോഴേക്കും 100% ചാർജ് ചെയ്ത് വെക്കും. അതിനോടൊപ്പം തന്നെ ഈ ചാർജർ ഉണ്ടല്ലോ, പവർ ഡെലിവറി ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജറാണ്. സോ മറ്റ് ഫോൺസ് അല്ലെങ്കിൽ ഡിവൈസുകൾ, പവർ ഡെലിവറി ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഫോൺ ഡിവൈസുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ചാർജർ ഉപയോഗിച്ച് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി ലൈഫ് ഒക്കെ നല്ലോണം നിൽക്കുന്നുണ്ട്, ഈസിലി 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇൻഫിനിക്സ് പറയുന്നതനുസരിച്ച് ഈ ഫോണിലുള്ള ബാറ്ററി ഉണ്ടല്ലോ, ആ ബാറ്ററിക്ക് ഈസിലി 3 അല്ലെങ്കിൽ 4 വർഷത്തേക്കുള്ള ടോട്ടൽ ബാറ്ററി ലൈഫ് സ്പാൻ കിട്ടും.
കിട്ടും. അതുപോലെ തന്നെ 3-4 വർഷമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ചാനലാണ് നമ്മുടെ മിസ്റ്റർ പെർഫെക്റ്റ് ടെക് ചാനൽ. സോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് ഞാൻ അൺബോക്സിംഗ് ആൻഡ് ബോക്സ് കണ്ടന്റ് കാണിച്ചു തരാം. ഇതാണ് ബോക്സ്. ബോക്സിനുള്ളിൽ ഓബ്വിയസ്ലി ഫോൺ ഉണ്ട്, ഡോക്യുമെന്റ്സ്, 45 വാട്ടിന്റെ ചാർജർ, അഡീഷണൽ സ്ക്രീൻ ഗാർഡ്, സ്റ്റിക്കേഴ്സ് ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. നിങ്ങൾ ഓൾറെഡി നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ഈ ഫോണിന്റെ ബാക്കിൽ നല്ല നൈസ് വീഗൻ ലെതർ ഫിനിഷ് ആണ് തന്നിരിക്കുന്നത്. ആക്ച്വലി 2 കളർ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വീഗൻ ലെതർ ഓപ്ഷൻ വേണമെങ്കിൽ ഈ ഒരു വിന്റേജ് ഗ്രീൻ കളർ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഇതിന്റെ ക്യാമറ മോഡൽ നോക്കുകയാണെങ്കിൽ ഒരു റെക്ടാംഗിൾ ക്യാമറ മോഡലാണ് വരുന്നത്. 3 ക്യാമറാസ് കാണാം. അതിനോടൊപ്പം തന്നെ ഈ സംഭവം ഉണ്ടോ, അതായത് ചുറ്റുമുള്ളത് ഫ്ലാഷ് ലൈറ്റ് ആണ്, പക്ഷേ അതിന്റെ അകത്ത് ഇരിക്കുന്ന ഒരു സംഭവമില്ല, ആ ഒരു റൗണ്ട്, അതാണ് ബേസിക്കലി ഹാലോ ലൈറ്റിംഗ്, അല്ലെങ്കിൽ നമുക്ക് ഫീച്ചർ പാക്ഡ് നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഫോൺ കോൾ ഒക്കെ വരുമ്പോൾ അത് ഇങ്ങനെ കത്തും. അതുപോലെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴും, പിന്നെ നമ്മൾ ഇതിലുള്ള AI, അതായത് ഒരു സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് AI ഇവർ കൊടുത്തിട്ടുണ്ട്. ഫോളാക്സ് എന്ന പേരുള്ള AI ആണ്. അത് ഞാൻ സോഫ്റ്റ്വെയർ സെഗ്മെന്റിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാം. ആ ഒരു AI നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോൺ ചാർജിങ്ങിൽ ഇടുമ്പോൾ ഇതാ കണ്ടില്ലേ, നൈസായിട്ട് കത്തുന്നുണ്ട്. അതാണ് ബേസിക്കലി ഈ ഒരു ഹാലോ ലൈറ്റിംഗ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സെറ്റിംഗ്സിൽ കയറിയിട്ട് ഈ ഒരു ഹാലോ ലൈറ്റിംഗിന്റെ പല കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. 6.78 ഇഞ്ച് സൈസ് ഉള്ള ഒരു വലിയ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിന്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലോ ബ്രൈറ്റ്നെസ്സിൽ ഈ ഫ്ലിക്കറിംഗ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടല്ലോ, PWM ഡിമ്മിംഗ്, അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ നല്ലൊരു ഡിസ്പ്ലേ ആണ്. അതായത് ഒരു AMOLED ഡിസ്പ്ലേ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കളറും ഡീപ് ബ്ലാക്സും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ JBL ട്യൂൺ ചെയ്തിരിക്കുന്ന ഡ്യുവൽ സീരീസ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സോ ഓവറോൾ മൾട്ടിമീഡിയ കൺസംഷന് വേണ്ടി നല്ലൊരു ഫോണാണ്. ഫോണിന്റെ ബാക്കിൽ 108 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. ബേസിക്കലി 108+2+2 ആണ് ക്യാമറ സെറ്റപ്പ്. ഓക്കെ, ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഒരു ക്യാമറ മാത്രമേ മിക്കവാറും നിങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ, കാരണം അൾട്രാവൈഡ് ക്യാമറ കൊടുത്തിട്ടില്ല. ഓക്കെ, കൊടുത്തിരിക്കുന്ന ക്യാമറയുടെ പെർഫോമൻസ് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പൂക്കളും ചെടികളും ബിൽഡിങ്സും സീനറി ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല കളേഴ്സ് കിട്ടുന്നുണ്ട്, നല്ല ഷാർപ്നെസ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അവിടെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ പോർട്രേറ്റ് മോഡിന് വേണ്ടിയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ 1x ആൻഡ് 2x 2 മോഡിൽ നമുക്ക് വേണമെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. സ്കിൻ ടോൺ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എന്നാൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, നല്ല ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പ്രത്യേകിച്ചും സ്കിൻ ടോൺ ഒക്കെ നല്ല രീതിയിൽ അത് കാണിക്കുന്നുണ്ട്. അതായത് ഇൻഫിനിക്സ് എനിക്ക് തോന്നുന്നു സെൽഫി ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചും ഫോട്ടോയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. പിന്നെ ഈ ഒരു ക്യാമറ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സൂപ്പർ നൈറ്റ് മോഡിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല ഷാർപ്പ് ഫോട്ടോസ് നമുക്ക് രാത്രിയിൽ എടുക്കാൻ പറ്റും. ഞാൻ ചില സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. പിന്നെ മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും രണ്ടും വെച്ച് നമുക്ക് 2K at 30 FPS വീഡിയോസ് എടുക്കാൻ പറ്റും. 2K വീഡിയോ റെസൊല്യൂഷനിൽ സ്റ്റെബിലൈസേഷൻ കിട്ടൂല. സോ അവിടെ ചെറിയ കുലുക്കൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യും. എന്നാൽ ഇവിടെ ഒരു സൂപ്പർ സ്റ്റഡി മോഡുണ്ട്. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ 1080p റെസൊല്യൂഷനിൽ അത്യാവശ്യം സ്റ്റേബിൾ വീഡിയോസ് എടുക്കാൻ പറ്റും. ഓക്കെ, വലിയ ഇഷ്യൂ ഒന്നുമില്ല. MediaTek Dimensity 7020 5G ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 8GB 256GB ആണ് ഏക റാം സ്റ്റോറേജ് ഓപ്ഷൻ. ഓക്കെ, ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഡീസന്റ് ശരാശരി ചിപ്സെറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് BGMI എടുത്ത് നോക്കുമ്പോൾ 40 FPS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഒരു ഗെയിം പ്ലേ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാനുണ്ട്. അത്രയും ഒരു സ്മൂത്ത് ഗെയിം പ്ലേ അല്ല കിട്ടിയത്. പക്ഷേ ഈ ഒരു ഫോണിന്റെ ഉദ്ദേശം ഗെയിമിംഗ് അല്ല. സോ ഇതൊരു ഗെയിമിംഗ് ഫോൺ എന്ന് പറയാൻ പറ്റില്ല. ലൈറ്റ് ഗെയിമിംഗ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. ഓക്കെ, എന്നാൽ ഈ ഫോണിൽ ഇൻഫിനിക്സ് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണെങ്കിലും നമ്മൾ ഈ ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവിടെ വലിയ മേജർ ബഗ്സും കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, പിന്നെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. കൂടെ ലേറ്റസ്റ്റ് XOS 14 വരുന്നുണ്ട്. ഈ ഒരു XOS ഉണ്ടല്ലോ, ഇൻഫിനിക്സ് അതിനെ ചെറിയ രീതിയിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഓവറോൾ ഒരു എക്സ്പീരിയൻസ് കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇപ്പം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് അങ്ങനെ അനാവശ്യമായ ചപ്പും ചവറും, അതായത് ഈ ബബിൾ ഷൂട്ടറും മറ്റേ അവിടുത്തെ ഇവിടുത്തെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, അതല്ലാതെ വേറെ അനാവശ്യമായ ആപ്ലിക്കേഷൻസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, പ്ലസ് 2 വർഷത്തെ OS അപ്ഗ്രേഡ് ഇൻഫിനിക്സ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ 14 ആണെങ്കിൽ ആൻഡ്രോയിഡ് 15 ആൻഡ് ആൻഡ്രോയിഡ് 16 വരെ ഈ ഫോണിൽ നിങ്ങൾക്ക് കിട്ടും. പ്ലസ് IR ബ്ലാസ്റ്ററിന്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിന് വേണ്ടിയുള്ള ആപ്പ് ഒക്കെ ഇവിടെ ഇൻഫിനിക്സ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ AC TV ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ NFC-യുടെ ഫീച്ചറും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ് ചെയ്യാം. പിന്നെ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത ആ ഒരു AI ഓർമ്മയുണ്ടോ, ഫോളാക്സ് AI. ഈ ഒരു ഫോളാക്സ് AI ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസിലി കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഏതെങ്കിലും ടോപ്പിക്കിന് പുറത്തുള്ള സ്ക്രിപ്റ്റ് ഒക്കെ വേണമെങ്കിൽ, അതായത് വീഡിയോ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ നൈസ് ആയിട്ട് മൊത്തം വീഡിയോ സ്ക്രിപ്റ്റ് എഴുതി തരുന്നുണ്ട്. ഹായ് ഫോളാക്സ്. Hi. Write a YouTube video script on artificial intelligence. Title: Exploring Artificial Intelligence. A comprehensive overview. Sure, here's a simple home workout routine that you can try.
I failed my exam today. I'm sorry to hear that you didn't perform as well as you had hoped on your exam. നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഫ്രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു AI ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഈ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സെറ്റിംഗ്സിൽ ഇനിയും ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം സ്ക്രീനിലൊക്കെ. സോ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്കിൽസ് നിങ്ങൾക്ക് ഈ AI-നെ പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഇൻഫിനിക്സ് നോട്ട് 40 പ്രോയുടെ 8GB 256 GB പ്രൈസ്, അതായത് എല്ലാം ഓഫറൊക്കെ ചേർത്തിട്ടുള്ള പ്രൈസാണ് 19,999 രൂപ. ബേസിക്കലി 2000 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ബാങ്ക് ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങളുടെ കയ്യിൽ SBI അല്ലെങ്കിൽ HDFCയുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 2000 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും. അതിനോടൊപ്പം തന്നെ 2000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫറും ഈ ഫോണിൻ്റെ കൂടെ വരുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു ഫോൺ ഈ പ്രൈസിൽ വരുന്ന മറ്റ് ഫോണുകളുടെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ബാക്കി ഫീച്ചേഴ്സൊക്കെ മിക്ക എല്ലാ ഫോണിലും വരുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഇതിൻ്റെ വയർലെസ് ചാർജിങ് സെറ്റപ്പും പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ആ ഒരു മാഗ്നറ്റിക് വയർലെസ് ചാർജിങ് സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഈക്കോ സിസ്റ്റം ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ ചെക്കൗട്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഈ ഫോണിൻ്റെ ഒരു പ്രോ പ്ലസ് വേരിയൻറ്റും വരുന്നുണ്ട്. അതിൽ ബേസിക്കലി 4600 mAh ബാറ്ററിയാണ് വരുന്നത് വിത്ത് 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് പ്ലസ് 12 GB റാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പ്രോ പ്ലസ് വേരിയൻറ്റിൽ. ആൻഡ് വൺ മോർ സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഫോൺ വിത്ത് ഈ ഒരു നമ്മുടെ കേസ് ഉണ്ടല്ലോ, ഒരു മിനിറ്റ്, ഫോൺ ഈ ഒരു കേസും ഗിവ് വേ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പാർട്ടിസിപ്പേഷൻ രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ ഈ ഫോണിൻ്റെ ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. Goodbye.